രാഹുൽ മത്സരിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി. മത്സരിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പകരം ആരെന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ഉമ്മൻചാണ്ടി. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാവിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള വാർത്ത ആദ്യം കേരളം അറിയുന്നത്. പിന്നീടാണ് മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ആ വാർത്ത ഏറ്റുപിടിച്ചത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത് താൻ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഈ വാക്കുകൾ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അമീന, അങ്ങനെ വേണം കരുതാൻ. ആദ്യം ഈ വിവരം വിളിച്ചു പറഞ്ഞത് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിൽ എത്തുന്നുവെന്ന ഒരു തീരുമാനമാണ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആദ്യം വ്യക്തമാക്കിയത്. എന്നാൽ ആ തീരുമാനത്തിൽ നിന്നും വിരുദ്ധമായി ഇപ്പോൾ ഘടകവിരുദ്ധമായ തീരുമാനമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി കോഴിക്കോട്ട് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്. താൻ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നുവെന്ന കാര്യം പറഞ്ഞിരുന്നില്ല, മത്സരിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് പങ്കുവച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആദ്യം പറഞ്ഞതിലും നേരെ വിവിധമായ ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുമെന്ന അഭ്യൂഹങ്ങൾക്ക് ദ്രാഹം കുറിക്കുന്ന ഒരു വാക്കുകളാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരുപക്ഷെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തത്തില്ല എന്ന ഒരു നിർദ്ദേശവും തീരുമാനവും ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ടാവും. അത്തരമൊരു അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാവണം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടാവാൻ കാരണം. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി. വയനാട്ടിൽ ഇനി ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുമെന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് സിദ്ദീഖ് മത്സരിക്കണമെന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്ന് വേണം ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കാൻ കഴിയുക. അമിന, സനോജ്, രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് വയനാട്ടിൽ ഇപ്പോൾ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അദ്ദേഹം എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രവർത്തകർ. ഇന്നലെ അത്തരത്തിലൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വാക്ക് വരുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതല്ലേ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരില്ല എന്നുള്ളത്? അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുകയില്ല എന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് ഉമ്മൻചാണ്ടി ഇന്ന് രാവിലെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഉമ്മൻചാണ്ടി വരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്ന സമയം മുതൽ ഉമ്മൻചാണ്ടിയെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു വയനാട് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും എല്ലാം തന്നെ. ചിലയിടങ്ങളിൽ ചുവരെഴുത്തുകളും ചിലയിടങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് സ്വാഗതം ഓതിക്കൊണ്ടുള്ള പോസ്റ്ററുകളും ഒക്കെ തന്നെ പതിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് ക്യാമ്പ് വളരെ മ്ലാനതയിലായിരുന്നു. കാരണം ഒരു വ്യക്തമായ തീരുമാനം എത്താത്ത ഒരു സാഹചര്യം. ഏപ്രിൽ മാസം 4-ാം തീയതിയോടുകൂടി നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ വേണ്ടിയുള്ള അവസാന ദിവസം എത്തുന്നതോടുകൂടി വയനാട്ടിൽ ആര് മത്സരിക്കുമെന്ന ഒരു ആശങ്ക കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വാക്കിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുകയില്ല എന്ന ഒരു വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നത്. ഇനി ആര് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉദിക്കുന്നത്. എന്തായാലും ഈ പ്രസ്താവന, അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നുവെന്ന വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന ടി സിദ്ദീഖ് താൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയാണെന്ന് പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അന്ന് മുതൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങളും അത്തരം ചർച്ചകളും ഒക്കെ തന്നെയാണ് വയനാട് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തുമുണ്ടായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ അതിനും ഒരു വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയും വയനാട്ടിൽ ആര് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും വയനാട് കോൺഗ്രസിന് ഉറച്ച ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഒരു വ്യക്തമായ ഒരു സ്ഥാനാർത്ഥി ആര് എന്ന തരത്തിലേക്ക് ഒരു തീരുമാനമാവാതെ കോൺഗ്രസ് ക്യാമ്പ് ആകെ അങ്കലാപ്പിലായിരിക്കുന്നത്. അമിന, ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വയനാട് UDF ക്യാമ്പിൽ സമ്പൂർണ്ണ അനിശ്ചിതത്വം തുടരുകയാണ്. DCC ഓഫീസിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പതിവുള്ള തിരക്കില്ല. BJP വിരുദ്ധ കക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് നേതാക്കളെയും പ്രവർത്തകരെയും നിരാശയിലാക്കിയിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുന്ന ദിവസമായി ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. കൽപ്പറ്റയിൽ നിന്നും CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം വളരെ ദിവസങ്ങളായി നീളുന്നതാണ്. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്ന് രാഹുൽ വയനാട്ടിലേക്ക് എത്താനുള്ള ഒരു സാധ്യത, ഒരു സാഹചര്യം അത് മങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് വയനാട് DCC ഓഫീസിൽ നിന്നുള്ള കാഴ്ച? ഏത് രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനമാണ് നടക്കുന്നത്, പ്രത്യേകിച്ചും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ? അമിന, ഞാൻ നിൽക്കുന്നത് വയനാട്ടിലെ DCC ഓഫീസിലാണ്. കൽപ്പറ്റയിലാണ് ഇതുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. DCC ഓഫീസ് ഇതുവരെ തുറന്നിട്ടില്ല. ഇപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു.
ഇതുവരെ DCCയിൽ ആരും എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ സജീവമായിരുന്ന DCC ഓഫീസാണ് രാവിലെ 9 മണിയായിട്ടും ഒരാൾ പോലും ഇവിടെ എത്താത്ത രീതിയിൽ അടഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവിൽ അനിശ്ചിതത്വം നിറയുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഒരിടത്ത് പോലും രാഹുലിനെ സ്വീകരിക്കുന്നതിനുള്ള ഫ്ലക്സുകളോ മറ്റൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. അതായത് രാഹുലിൻ്റെ വരവ് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് കോൺഗ്രസ് പ്രവർത്തകരെങ്കിൽ ഇന്നലെ രാത്രി മുതൽ അത് ഏകദേശം ഒരു നിരാശയിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ടി സിദ്ദിഖ് കോഴിക്കോട് ആണുള്ളത്. അദ്ദേഹം ഇന്നലെ വയനാടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളെല്ലാം തന്നെ പൂർത്തിയായ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് കോഴിക്കോട് തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും ടി സിദ്ദിഖിന് വേണ്ടി ഫ്ലക്സുകൾ ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അത് പല ഭാഗങ്ങളിലും 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് വയനാട് മണ്ഡലം. ഈ മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഭാഗത്ത് ടി സിദ്ദിഖിനായി ഫ്ലക്സുകൾ ഉയർന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളെ നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും ഉച്ചയോടെ മാത്രമേ ഇവിടേക്ക് DCC പ്രസിഡന്റ് അടക്കമുള്ള പ്രമുഖർ എത്തൂ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഏതാണെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി വളരെ സജീവമായിരുന്ന DCC ഓഫീസ് രാവിലെ 9 മണിയായിട്ട് പോലും ഒരാൾ പോലും വരാത്ത ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവിനെ തുടർന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരുപോലെ ഇക്കാര്യത്തിൽ നിരാശ നൽകുന്നു ഈ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന സൂചനയാണ് നമുക്ക് ഇവിടെ നിന്നും ഈ കാഴ്ചയിലൂടെ മനസ്സിലാക്കാനാവുന്നത്. ശരി അനുമോദ്, എന്തായാലും വയനാട് UDF ക്യാമ്പിൽ സമ്പൂർണ്ണ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇതുവരെ കൃത്യമായ ഒരു വിവരം ലഭിക്കാത്ത സാഹചര്യത്തിൽ വയനാട് DCC ക്യാമ്പ് ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് എന്നാണ് അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും സനോജിലേക്ക് പോകാം. അതിനു മുൻപ് ഉമ്മൻചാണ്ടിയുടെ മുൻ പ്രതികരണം എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് എന്നുള്ളത് കൂടി കേൾക്കാം. കേരളത്തിനാകുമ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു നിയോജക മണ്ഡലം വയനാടാണ്. വയനാട്ടിൽ ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത് ശ്രീ ടി സിദ്ദിഖിനെയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ റിക്വസ്റ്റ് ഇപ്പോൾ പറയുന്നതും. ഇന്ന് നടത്തിയ പ്രതികരണം കൂടി കേൾക്കാം. ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നും വന്ന ഇന്നത്തെ പ്രതികരണം. മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേരളവും ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മത്സരിക്കണം, വയനാട് നിയോജകമണ്ഡലം തമിഴ്നാട് കർണാടകവും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും വേഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ വൈകുന്നതേ ഒരു ആശങ്കയല്ലേ? കാരണം ഇനി 4-ാം തീയതി പത്രിക സമർപ്പിക്കണം. അവിടെ തർക്കവും കാര്യങ്ങളില്ലല്ലോ. രാഹുൽജി സമ്മതിക്കണം എന്നുള്ളത് മാത്രമാണുള്ളത്. അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഏറ്റവും വേഗം ഉണ്ടാകും. താങ്കൾ തന്നെയാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എത്തിയേക്കുമെന്നുള്ളൊരു സൂചന നൽകിയത്. അത് ഏത് സാഹചര്യത്തിലായിരുന്നു? രാഹുൽജി കേരളത്തിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വരുമെന്നുള്ള സൂചന ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഹുൽജി ഒരു സമയത്തും രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കണമെന്നുള്ള സൂചന പോലും നൽകിയിട്ടില്ല. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നതിനായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജേക്കബ് ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ ലോകവും കേരളത്തിലെ രാഷ്ട്രീയ ലോകം ഉൾപ്പെടെ വളരെ അനിശ്ചിതത്വത്തിൽ കാത്തിരുന്നതാണ് ആ ഒരു വാർത്ത. രാഹുൽ ഗാന്ധി മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. രാഹുൽ കേരളത്തിൽ മത്സരിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു വാർത്തയോട്? ഉമ്മൻചാണ്ടി തന്നെയാണ് പത്തനംതിട്ടയിൽ വെച്ച് ഇക്കാര്യം വലിയ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി പ്രഖ്യാപിച്ചത്. ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് ഹൈക്കമാൻഡിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി കാണും. തീർച്ചയായിട്ടും ദേശീയ രംഗത്ത് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള രാഹുൽ ഗാന്ധി കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുപോലെ സ്പേസ് ഉള്ള കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വരുമ്പോൾ അതും ഇടതുമുന്നണി പ്രത്യക്ഷമായിട്ട് തന്നെ കോൺഗ്രസിന് പോസ്റ്റ് പോൾ അലയൻസിൽ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ
തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നൊരു ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്നത് വലിയ മോശമായ ഒരു പ്രതിസന്ധി തന്നെ ഉണ്ടാക്കും രാഷ്ട്രീയ രംഗത്ത്. അങ്ങനെ ഒരു വീണ്ടും വിചാരം ഇല്ലാതെ അല്ലേ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? വേണ്ടത്ര ഒരു തീരുമാനം പൂർണ്ണതയിലെത്താതെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നില്ലേ ഇത് എന്ന് ഇപ്പോൾ സംശയം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ രാഹുൽ ഗാന്ധി വരില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാമോ? പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ മുല്ലപ്പള്ളിയും ചെന്നിത്തലയും പോലുള്ള നേതാക്കൾ കൂടി ഇക്കാര്യം ഏറ്റുപിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വന്നേക്കും എന്ന് പറയുന്നത് കേരളത്തിനൊരു പുതിയ ആവേശമാണ് നൽകിയത്. ഇന്നിപ്പോൾ ആ ആവേശം കെട്ടടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം വരില്ല എന്ന് തന്നെയല്ലേ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി വരാനുള്ള രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യതകൾ തീരെ ഇല്ലാതായിരിക്കുന്നു. അത് തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം എങ്ങനെ, സംസ്ഥാന നേതൃത്വം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. കേരളത്തിലെ കോൺഗ്രസുകാരെ മുഴുക്കി ഒരു വലിയ ആഹ്ലാദത്തിന്റെ ഒരു തിരമാലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഖം നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ഈ അവസരത്തിൽ നമുക്കൊപ്പം പ്രതികരിച്ചതിന്. IC ബാലകൃഷ്ണനിലേക്ക് കൂടി പോവുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുടെ വായിൽ നിന്ന് തന്നെ താൻ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം രാഹുൽ ഗാന്ധി വരില്ല എന്നുള്ളത് തന്നെയല്ലേ ശ്രീ IC ബാലകൃഷ്ണൻ? ഇനി വയനാട്ടിലെ ഒരു തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും? പ്രത്യേകിച്ചും ഇനി ഒരു 24 ദിവസം മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാനായി ബാക്കിയുള്ളത്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട സമയം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലായിരിക്കും വയനാട് രാഷ്ട്രീയത്തെ ഇത് ബാധിക്കുക? അല്ല, ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് വളച്ചൊടിച്ച് നമ്മളൊരു രാഷ്ട്രീയമാക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ മത്സരിക്കണമെന്ന് AICCയോടും ഹൈക്കമാൻഡിനോടും ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ആ ആവശ്യം അംഗീകരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും ഹൈക്കമാൻഡും AICCയുമാണ്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവും അതിൻ്റെ അകത്തില്ല. കേരളത്തിലെ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും KPCC പ്രസിഡന്റ് ആണെങ്കിലും ഇപ്പോഴും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ള ആ ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് AICCയുമായി കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുള്ളത്, രാഹുൽ ഗാന്ധി വരുമെന്ന് നിങ്ങൾ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുകയാണോ? കാരണം ആദ്യം സ്ഥാനാർത്ഥിയായി T സിദ്ദിഖിന്റെ പേര് ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ നേതാക്കളെ ഞങ്ങൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നേതാക്കളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പാർലമെന്റ് കൺവെൻഷൻ, ബൂത്ത് കൺവെൻഷൻ, നിയോജകമണ്ഡലം കൺവെൻഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. എവിടെയും ഒരു തടസ്സം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതായത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള കൺവെൻഷനുകളാണോ നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രചാരണമാണോ ഇപ്പോൾ നടക്കുന്നത്? ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും AICC തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി രാഹുൽജി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതായത് കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാതെ അവർക്ക് വേണ്ടി എങ്ങനെയാണ് വോട്ട് പിടിക്കാനാവുക? ഇതിപ്പോൾ പൊതുവെ ഒരു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് പിടിക്കാം എന്നുള്ളതല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി വോട്ട് പിടിക്കാൻ ഇപ്പോഴും വയനാട്ടിലെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. DCC നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലല്ലോ. DCC നേതൃത്വം എപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി എല്ലാ മേഖലകളും മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ സമയം വൈകിട്ടില്ല, 24 ദിവസങ്ങൾ മുന്നിലുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു കാലതാമസമല്ല. AICC തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രചരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PP സുനീർ അടക്കം ഇന്നലെ BDJ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവർ രണ്ടുപേരും പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. PP സുനീർ വളരെ വേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രചാരണ രംഗത്ത്. ഇപ്പോഴും UDFന് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി കാണിക്കാനായിട്ട് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഒരു വെല്ലുവിളിയായി തോന്നുന്നില്ലേ ഇത്? അതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രവർത്തന ശൈലികളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വോട്ടർമാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, LDFന്റെ നയങ്ങളുണ്ട്, LDFന്റെ പ്രവർത്തന ശൈലിയുണ്ട്. അതുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. അതിലൊന്നും യാതൊരു ഭീഷണി UDFനെ സംബന്ധിച്ചിന്ന് വയനാട് പാർലമെന്റിലില്ല.
വളരെ നന്ദി ശ്രീ IC ബാലകൃഷ്ണൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും റിപ്പോർട്ടർമാരിലേക്ക് പോവുകയാണ്, സനോജിലേക്ക് പോവുകയാണ്. സനോജ്, ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ വാക്കുകൾ നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചതാണ്. രണ്ടാമത്തെ വാക്കുകളും കേൾപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തികച്ചും കൺഫ്യൂഷനുകൾക്കൊന്നും ഇനി സ്ഥാനമില്ല. അതായത് ഹൈക്കമാൻഡിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക്, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ വരില്ല എന്നുള്ള വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണോ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അമിന, അങ്ങനെ വേണം കരുതാൻ. കാരണം താൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് പ്രകടിപ്പിക്കുകയുണ്ടായത്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. വയനാട്ടിൽ ഇനി ആര് സ്ഥാനാർത്ഥിയാക്കണമെന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സ്വാഭാവികമായും നിലവിൽ ഇനി വയനാട്ടിൽ ആര് മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് വേണം ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ. ഒരു ഘട്ടത്തിൽ ആദ്യം തന്നെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും വിളിച്ചു പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന ഒരു നിർദ്ദേശം വെച്ചതും പങ്കുവച്ചതും ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി ഉടൻ തന്നെ ടി സിദ്ദിഖുമായി ഫോണിൽ ബന്ധപ്പെടുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടി സിദ്ദിഖ് കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകരെ കാണുകയും ഉണ്ടായി. ആ പ്രസ്താവന വന്നതിന് പിന്നാലെ താൻ വയനാട് മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തികഞ്ഞ സന്തോഷത്തോടുകൂടി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുദിനമായ നിമിഷമാണ്, അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നതിനെ ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന ഒരു പ്രസ്താവനയാണ് ടി സിദ്ദിഖ് നടത്തുകയുണ്ടായത്. ഇതിനുശേഷം കഴിഞ്ഞ 4-5 ദിവസക്കാലമായി രാഹുൽ ഗാന്ധി വരുന്നു എന്ന തരത്തിലുള്ള വളരെ ആവേശകരമായ ഒരു പ്രചരണ പരിപാടികളിലായിരുന്നു പ്രത്യേകിച്ച് മലബാറിലെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ. രാഹുൽ ഗാന്ധി വരുന്നു എന്ന വാർത്തകൾ അറിഞ്ഞ മുതൽ തന്നെ വയനാടും കോഴിക്കോടും വടകരയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ ആവേശം തന്നെ ഉണ്ടാകുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ 2 ദിവസം എടുക്കുമ്പോൾ ആ സ്ഥിതി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം രാഹുൽ ഗാന്ധി എത്തുമോ ഇല്ലയോ എന്ന ആശങ്ക പ്രവർത്തകർക്കിടയിൽ ഉണ്ടാവുകയുണ്ടായി. എന്നാൽ ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായില്ല. മാത്രമല്ല നിലവിൽ ഇതുവരെ വയനാടും വടകരയും ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വലിയ ആശങ്കയും അമർഷവും ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധി വരത്തില്ല എന്ന വാക്കുകൾ കൂടി പുറത്തു വരുന്നത്. ഇത് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കുക വലിയ ഒരു ആശങ്ക തന്നെയായിരിക്കും അമിന. ശരി, തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയ്ക്ക് തന്നെയാണ് ഈ ഒരു വാർത്ത, ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിൽ വഴിവെച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, രാഹുൽ ഗാന്ധി വരുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശ തീരുമാനമായിരിക്കുന്നു. അതാണ് ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനിയുള്ള ഒരു വയനാട്ടിലെ രാഷ്ട്രീയ ചിത്രം അത് ഏത് രീതിയിലായിരിക്കും? ടി സിദ്ദിഖിന് തന്നെയാണ് ഒരു സാധ്യത? അത് പുതുതായി മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത? ഇവയൊക്കെ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ടോ? തീർച്ചയായും വയനാട്ടിലെ രാഷ്ട്രീയം ഒരു അനിശ്ചിതത്തിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് UDF രാഷ്ട്രീയം. വയനാട് UDFന്റെ ഉറച്ച മണ്ഡലമായാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു പ്രമുഖന് ഈ മണ്ഡലം വയനാട് നീക്കിവെക്കാനും നേതൃത്വം തയ്യാറായത്. പക്ഷേ രാഹുൽ ഗാന്ധി വരുന്നില്ല എന്ന വാർത്ത വരുന്നതോടെ ഈ സാഹചര്യങ്ങൾക്ക് അല്പം മാറ്റം വരികയാണ്. കാരണം മണ്ഡലത്തിൽ സംസ്ഥാനത്തിൽ തന്നെ ആദ്യം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വങ്ങളെന്നാണ് PP സുനീറിൻ്റെത്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വയനാട്ടിലേത്. അദ്ദേഹം 3 തവണ മണ്ഡല പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് BDJS ജിന്നെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ ഉറച്ച മണ്ഡലത്തിൽ പോലും കൃത്യമായ ഒരു പേര് നൽകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കപ്പെട്ടിരിക്കുകയാണ് വയനാട്ടിലെ മാത്രമല്ല മലപ്പുറം ജില്ലയുടെയും കോഴിക്കോടിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് മണ്ഡലം. ഇവിടെയെല്ലാം തന്നെ കോൺഗ്രസ് ഈ കാര്യത്തിൽ എങ്ങനെ ഒരു വിശദീകരണം അണികൾക്ക് നൽകുമെന്ന കാര്യത്തിൽ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായെല്ലാം സംസാരിക്കുമ്പോഴും അവർക്ക് നൽകാവുന്ന ഒരേ കാര്യം തന്നെ ഇത് വലിയ തിരിച്ചടിയായിരിക്കും, എങ്ങനെ ഇത് ജനങ്ങൾക്ക് വിശദീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ഉറച്ച മണ്ഡലത്തിൽ വേറെ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഇനി ഈ ഒരു രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വരുന്നില്ല എന്ന വിശദീകരണം നൽകി അണികളെ വിശ്വസിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാനാവുന്ന വിവരം. ശരി, അനുമോദും സനോജ് സുരേന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്.